ബ്രിട്ടീഷ് ഭരണകാലത്തെ ഭൂനികുതി വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അവ നിലനിന്നിരുന്ന പ്രദേശങ്ങളും നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് നടപ്പാക്കിയിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയിരുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ്. റയട്ട് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റയട്ട് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത്. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ശാശ്വത നികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലും, റയട്ട് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും, മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ് നടപ്പിലാക്കി വന്നിരുന്നത്. ഈ നികുതി വ്യവസ്ഥകളുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് കോൺവാലിസ് ആണ്. 1793 ലോർഡ് കോൺവാലിസ് ജമീന്ദാരി സിസ്റ്റം അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലാണ്, ബനാറസ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അത് നടപ്പിലാക്കിയത്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അവിടെ ഭൂമിയുടെ ഉടമസ്ഥൻ എന്നത് ജമീന്ദാർമാരാണ്. ജമീന്ദാർസ് വേർ റെക്കഗ്നൈസ്ഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലാൻഡിൻ്റെ അധികാരികളായിട്ട് ജമീന്ദാർമാരെ നിശ്ചയിക്കുന്ന സിസ്റ്റമായിരുന്നു ജമീന്ദാരി സിസ്റ്റം അഥവാ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്നത്. അവിടെ നികുതി കളക്ട് ചെയ്യാനുള്ള അവകാശം ജമീന്ദാർമാർക്ക് നൽകിക്കൊണ്ടാണ് അവരെ ആ ഭൂമിയുടെ ഉടമസ്ഥനാക്കിയിട്ട് എന്ത് ചെയ്തിരുന്നത്, അടയാളപ്പെടുത്തിയിരുന്ന ഒരു വ്യവസ്ഥയാണ് ഈ ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. നേരെ മറിച്ച് റയട്ട് വാരി സിസ്റ്റം എന്ന് പറയുന്നതിൽ നോക്കാം നമുക്ക്. മദ്രാസ്, ബോംബെ, ഈസ്റ്റേൺ ബംഗാൾ, ആസാം തുടങ്ങിയ പ്രദേശങ്ങൾ, പ്രധാനമായിട്ടും മദ്രാസ്, ബോംബെ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഈ റയട്ട് വാരി സിസ്റ്റം ഉണ്ടായിരുന്നത്. അത് തോമസ് മൺറോ 1820 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൊല്ലങ്ങളൊന്ന് പ്രത്യേകം നോക്കി വെച്ചോളാം. ജമീന്ദാരി സിസ്റ്റം 1793 ലോർഡ് കോൺവാലിസും, റയട്ട് വാരി സിസ്റ്റം 1820 തോമസ് മൺറോയുമാണ്. മദ്രാസ്, ബോംബെ തുടങ്ങിയ ഭാഗങ്ങളിലാണ് റയട്ട് വാരി സിസ്റ്റം നടപ്പിലാക്കിയത്. അവിടെ റയോട്ടുകളായിരുന്നു ഓണർമാർ, ലാൻഡിൻ്റെ ഓണർമാർ റയോട്ടുകളായിരുന്നു. അഥവാ നേരിട്ട് തന്നെ ഭൂമിയുടെ അവകാശം ആൾക്കാർക്ക് തന്നെ കൊടുക്കുകയാണ് അവിടെ ചെയ്തിരുന്നത്. കർഷകർക്ക് തന്നെ ഭൂമിയുടെ അവകാശം കൊടുത്തിട്ട് കർഷകരുടെ നിന്ന് കൂടുതൽ ടാക്സ് പിരിക്കുക ആണ് അവിടെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് അവർക്ക് ടാക്സ് കൊടുക്കാൻ ഗതിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ബ്രിട്ടീഷ് ഗവൺമെൻറ് കളക്ട്സ് ടാക്സ് ഡയറക്ട്ലി ഫ്രം ദ പെസൻസ്. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. എവിടെ? റയോട്ട് വാരി സമ്പ്രദായത്തിൽ ചെയ്തിരുന്നത്. മഹൽവാരി സിസ്റ്റം 1833 വില്യം ബെൻഡിക്കിൻ്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത്. അല്ലെങ്കിൽ വില്യം ബെൻഡിക്കാണ് അത് നടപ്പിലാക്കിയത്, ഈ മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റ് പ്രൊവിൻസസ്, പാർട്ട് ഓഫ് സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ് ആൻഡ് ഗംഗാ വാലി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. പഞ്ചാബ്, നോർത്ത് വെസ്റ്റ് പോർഷൻ, ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ ആ ഒരു ഇന്നത്തെ ആ ഒരു ഭാഗത്തായിരുന്നു അന്ന് ഈ പരിപാടി, മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയിരുന്നത് വില്യം ബെൻഡിക്കിൻ്റെ നേതൃത്വത്തിലാണ്. ഈ സമ്പ്രദായത്തിൽ വില്ലേജുകളെ ഒരു കമ്മ്യൂണിറ്റിയാക്കി കാണുകയും ആ കൂട്ടത്തിനെ ഒരു തടവിനെ, ഇപ്പോൾ ഗ്രാമതലവൻ എന്നൊക്കെ പറയുന്നത് പോലെ, ഗോത്രതലവൻ എന്നൊക്കെ പറയുന്നത് പോലെ, ആ ഒരു ആൾക്ക് വില്ലേജിലെ റവന്യൂ പിരിക്കാനുള്ള, നികുതി പിരിക്കാനുള്ള അവകാശം നൽകുകയാണ് ഉണ്ടായിരുന്നത്. അവരുടെ നിന്നാണ് ബ്രിട്ടീഷുകാർ നികുതി കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്ന പ്രധാനപ്പെട്ട 3 നികുതി വ്യവസ്ഥകൾ. അത് ജമീന്ദാരി അഥവാ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, മലയാളത്തിൽ നമ്മൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നു. അതുപോലെ തന്നെ റയട്ട് വാരി സിസ്റ്റം, അതുപോലെ തന്നെ മഹൽവാരി സിസ്റ്റം. അപ്പോൾ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ, നടപ്പിലാക്കിയ ഗവർണർ ജനറൽ അഥവാ ഗവർണർ, ഏത് പ്രദേശത്താണ് നടപ്പിലാക്കിയത്, എന്തായിരുന്നു ഇതിൻ്റെ രീതി എന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യം വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരികയാണ് ചെയ്യുക. ഇപ്പോൾ റയട്ട് വാരി സമ്പ്രദായത്തിൽ ജമീന്ദാർമാർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം നൽകിയിരുന്നു. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് അവിടെ പറയാൻ പറ്റും തെറ്റാണെന്ന്, അല്ലേ? ജമീന്ദാരി സിസ്റ്റത്തിലാണ് ജമീന്ദാർമാർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് നമ്മളോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാണ് ജമീന്ദാരി സിസ്റ്റം അഥവാ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? 1793. അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഓപ്ഷൻസ് തന്നിട്ട്. നമ്മുടെ PSCയുടെ ഓപ്ഷൻസ് എപ്പോഴും വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ 1793, 94, 95, 92 എന്നൊക്കെ ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൺഫ്യൂഷനായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 1793 ജമീന്ദാരി സിസ്റ്റം. അതുപോലെ തന്നെ 1820 റയോട്ട് വാരിയും 1833 മഹൽവാരി സിസ്റ്റവും. അപ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുക എങ്ങനെയാണെന്നുള്ള രീതി ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി തന്നെ നിങ്ങൾ ഈ ഒരു നികുതി വ്യവസ്ഥ, ഈ ഒരു
പോർഷൻ, ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടണം ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇവിടുന്ന് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ ഒരു പോർഷൻ പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇത് മുഴുവൻ കണ്ട് നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് ഉപകാരപ്രദമാകും. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ക്ലാസ്സുകളുടെ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.